ലഹരിയുമായി അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ തിരികെ എത്തിക്കുന്നത് ഒരു ടീം വർക്കാണ് അല്ലേ? എപ്പോഴും അതിൽ ഇപ്പം പൊതുസമൂഹത്തിന് പങ്കുണ്ട്. പക്ഷെ അതിന് എഫക്റ്റ് ആയി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് മനഃശാസ്ത്രജ്ഞരാണ്. അവർക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാണ്ട്. ഇതുപോലെ ഒരുപാട് കേസുകൾ കാണുന്ന ആളുകളാണ്. അപ്പം കഴിഞ്ഞ ദിവസം കോട്ടൺ ഹില്ലിൽ നടന്ന ആ ചടങ്ങിൽ അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ മോഹൻ റോയ് പങ്കെടുത്തിരുന്നു. അദ്ദേഹം എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നമുക്ക് എല്ലാവർക്കും അറിയാം ലഹരി ഉപയോഗിച്ചാൽ കുഴപ്പങ്ങളുണ്ടെന്നല്ലേ. എന്ത് കുഴപ്പമാണ് ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാവുന്നതെന്നുള്ളതിന് ഞാൻ കണ്ട ഒരു രോഗിയുടെ അനുഭവം മാത്രം പറയാം. അയാൾ ചെറുപ്പകാലം തൊട്ട് ഒരു ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അയാൾ നല്ല ഒരു മരപ്പണിക്കാരനാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇല്ലേ, അങ്ങനെ മരപ്പണിയൊക്കെ ചെയ്യുമായിരുന്നു. ഇയാൾ ലഹരി ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം ലഹരിയൊക്കെ ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇയാളുടെ ചെവിയിൽ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഇപ്പം അങ്കിള് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ? ഇത് ആളിനെ കാണാണ്ട് ശബ്ദം കേട്ടു തുടങ്ങി. നമ്മളതിനെന്ത് പറയും? അശരീരി എന്ന് പറയും. അതുപോലെ അയാളുടെ കണ്ണിൻ്റെ മുന്നിൽ ചില രൂപങ്ങൾ കണ്ടു തുടങ്ങി. അപ്പം ഇയാളോട് പറഞ്ഞു, ഇയാളുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അതായത് ലോകത്തിലെ തിന്മകളെ മൊത്തം ലോകത്തിൽ നിന്നും ഒഴിവാക്കലാണ് അയാളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ അയാളോട് മേഘങ്ങളിലൂടെ ദൈവം സംസാരിക്കുമായിരുന്നു. അത് കേട്ടു അയാൾ. ആ ടെക്നോളജിക്ക് ആ അങ്കിളിട്ട പേര് വിഭ്രമ സാംബ്രോജിയോ എന്നാണ്. ഒരു ദിവസം ഇയാൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലിരിക്കുകയാണ്. അന്നും ആ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വീടുകളിലൊക്കെ ഇതുപോലെ പടങ്ങൾ വെക്കൂലേ ഭിത്തിയിൽ. ഈ പടങ്ങളിൽ നിന്ന് രക്തം പൊടിയുന്നതായിട്ട് ഇയാൾക്ക് തോന്നി. ഈ പൊടിഞ്ഞു വന്ന രക്തത്തിലൂടെ ഒരു സന്ദേശം എഴുതി കാണിച്ചു. എന്താണ് സന്ദേശം എന്നറിയാവോ? ഇതാണ് ആ സമയം. എന്തിനുള്ള സമയം? അപ്പം ചെവിയിൽ ശബ്ദം വന്നു, ലോകത്തെ തിന്മകളിൽ നിന്നും മോചിപ്പിക്കാനുള്ള സമയം. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത്? ആ ആൾ നോക്കിയപ്പോൾ, നിങ്ങൾ കണ്ടിട്ടില്ലേ ചില വീടുകളിലൊക്കെ, പഴയ വീടുകളിലാണ് അടുക്കളയോട് ചേർന്ന് തന്നെ കിണറുണ്ടാവും. പടത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോഴുള്ള വീടുകളിലുണ്ടാവും. ആ അടുക്കളയോട് ചേർന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നു. ആര്? അപ്പം ലോകത്തിനെ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കണ്ടേ? മാർഗം കിട്ടിയില്ലേ? തിന്മകൾ എവിടെ നിൽക്കുന്നു? അവിടെ നിൽക്കുന്നു. നേരെ കാലിൽ പിടിച്ച് കിണറ്റിലേക്ക് തള്ളിയിട്ടു. അങ്ങനെ ഒരാളെ കൊന്നു. അങ്ങനെയാണ് ഇയാൾ മാനസിക രോഗ കേന്ദ്രത്തിൽ വരുന്നത്. അതിനുശേഷം ചികിത്സ കഴിഞ്ഞു. ഇയാൾ ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് അങ്കിള് കോഴ്സൊക്കെ കഴിഞ്ഞ് പോയിട്ട് തിരിച്ച് ജോലി ചെയ്യാനായിട്ട് വന്നു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞുള്ള ഒരു സമയം അന്ന് അവിടെ OP ഉണ്ട്. OPയിൽ നോക്കിയപ്പോൾ പുറത്ത് ഭയങ്കര ഒരു ബഹളം. നോക്കിയപ്പോൾ ഒരാളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നു. അപ്പം അങ്കിളിന് മനസ്സിലായി ഇയാൾ തന്നെയാണെന്ന്. നോക്കിയപ്പോൾ ഇയാൾ അവിടെ കിടന്ന് ബഹളം വെക്കുകയാണ്. വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞെന്തെന്നറിയാമോ? നമ്മൾ നേരത്തെ ലോകത്തിലെ തിന്മകളെയൊക്കെ മാറ്റി വിട്ടല്ലോ അല്ലേ? ആ തിന്മകൾ മുഴുവനായിട്ട് പോയിട്ടില്ല. ഇപ്പോഴും അത് ലോകത്ത് ബാക്കിയുണ്ട്. അപ്പോൾ പുറയിൽ വന്ന് നിന്ന് അയാളുടെ കൂടെയുള്ള ആൾ പറയുക, അയാളുടെ മകളെ അതുപോലെ രാവിലെ വെട്ടിക്കൊല്ലാനായിട്ട് പോയി എന്ന്. അപ്പം ഇതാണ് ലഹരി നിങ്ങളോട് ചെയ്യുന്നത്. നിങ്ങളുടെ തലച്ചോറിൻ്റെ കഴിവുകളെ ഇല്ലാതാക്കും. തലച്ചോറില്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതാണ് നിങ്ങൾ ലഹരിയെക്കുറിച്ച് എന്തെങ്കിലും, ലഹരി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചോ ഒക്കെ ആലോചിക്കുമ്പോൾ ഇതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.